സകല വിശ്വാസികളുടെയും പൗരോഹിത്യം എന്നത് പ്രൊട്ടസ്റ്റന്റ് പ്രമാണപ്രകാരമുള്ള ഒരാശയമാണ്. ഇതനുസരിച്ച് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. ഒരു പുരോഹിത മധ്യസ്ഥത ഇതിനാവശ്യമില്ല. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് പൗരോഹിത്യ മധ്യസ്ഥതയിലൂടെ മാത്രമേ യാഗങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ആവിർഭാവത്തിന് കാരണമായ അടിസ്ഥാന ആശയങ്ങളിലൊന്നാണ് സകല വിശ്വാസികളുടെയും പൗരോഹിത്യം. ഇതനുസരിച്ച് സകല വിശ്വാസികളും ദൈവസന്നിധിയിൽ തുല്യരും ശ്രേഷ്ഠരുമാണ്. സകല വിശ്വാസികളുടെയും പൗരോഹിത്യമെന്ന ആശയത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ജീവിത വിശുദ്ധിയും സന്നദ്ധതയുമാണ് ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള യോഗ്യത. ജീവിത വിശുദ്ധിയും സന്നദ്ധതയുമാണ് ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള യോഗ്യത. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ഏതൊരു വ്യക്തിയുടെയും യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ ചിന്തപ്രകാരം പൗരോഹിത്യമാണ് ദൈവിക ശുശ്രൂഷയ്ക്കുള്ള യോഗ്യതയായി കണക്കാക്കപ്പെട്ടിരുന്നത്. പൗരോഹിത്യം ലേവി ഗോത്രത്തിനും അഹരോന്റെ തലമുറകളിലും പെട്ട പുരുഷന്മാർക്ക് മാത്രമായി മാറ്റിവെക്കപ്പെട്ടിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ മറ്റാർക്കും പൗരോഹിത്യം സാധ്യമായിരുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ അദ്ദേഹത്തിന് ദൈവ ദർശനമുണ്ടാകുന്നത്. ദർശനത്തിൽ ഉന്നതവും അതിശ്രേഷ്ഠവുമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും സിംഹാസനത്തിന് ചുറ്റും ദൈവകൽപ്പനകളും ദൗത്യങ്ങളും നിർവഹിക്കുവാൻ സദാ സന്നദ്ധനായ സറാഫുകളെയും നാം കാണുന്നു. സറാഫുകൾ സദാസമയവും സൈനിക ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് തമ്മിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവം പരിശുദ്ധനാണെന്നും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ദൈവിക സൃഷ്ടിയിലൂടെയാണ് എന്നുള്ളതാണ്. അതായത് ദൈവിക മഹത്വം വെളിപ്പെടുത്തേണ്ടത് നാം ഉൾപ്പെടെയുള്ള സൃഷ്ടിയുടെ ചുമതലയാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും പരിശുദ്ധിയും കണ്ടറിഞ്ഞ യെശയ്യാവിന് തൻ്റെ അശുദ്ധിയെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനും അത് തിരുത്തുവാനുമുള്ള അവസരം നമുക്ക് ലഭ്യമാകുന്നത്. പാപബോധമാണ് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഏക വഴി. യെശയ്യാവിൻ്റെ അശുദ്ധിയെ നീക്കുവാനായി സറാഫുകളിൽ ഒരുത്തൻ കൊടിൽ കൊണ്ട് യാഗപീഠത്തിൽ നിന്നും തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറന്നു വന്ന് യെശയ്യാവിൻ്റെ വായ്ക്ക് തൊടുവിക്കുന്നു. ഇപ്രകാരം യെശയ്യാവ് ശുദ്ധിയുള്ളവനായി തീരുന്നു. നമ്മെ ഏത് അശുദ്ധിയിൽ നിന്നും വിടുവിച്ച് ശുദ്ധീകരിക്കുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ളത് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവിക ശുശ്രൂഷ നിർവഹണത്തിന് വിശുദ്ധി അനിവാര്യമാണ്. തുടർന്ന് താൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം യെശയ്യാവ് കേൾക്കുന്നു. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന യെശയ്യാവ് പറഞ്ഞുകൊണ്ട് ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കുന്നു. ഇവിടെ പൗരോഹിത്യ മധ്യസ്ഥതയോ ലിംഗവർഗ വിഭാഗീയതകളോ ദൈവിക ശുശ്രൂഷയ്ക്കുള്ള മാനദണ്ഡമായി പറയുന്നില്ല. ജീവിത വിശുദ്ധിയും ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള സന്നദ്ധതയുമാണ് ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കുവാനുള്ള യോഗ്യത. ഇപ്രകാരം ഏതൊരു വിശ്വാസിക്കും ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കാം എന്ന വിശാലമായ ആശയം ഈ ഭാഗത്ത് ദർശിക്കപ്പെടുന്നു. രണ്ടാമത്തെ ചിന്ത, ലഭിച്ച പദവിക്ക് യോഗ്യമായി ജീവിക്കുക. ലഭിച്ച പദവിക്ക് യോഗ്യമായി ജീവിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് പത്രോസ് പറയുന്നു. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നും നാം വായിക്കുന്നു. ഇനിമേൽ
പുരോഹിതന്റെ മധ്യസ്ഥതയില്ലാതെ ഏതൊരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനും ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുവാനുമുള്ള അവസരവും യോഗ്യതയുമാണ് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ലഭ്യമാകുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. ആത്മീയ ഗൃഹം എന്നത് ക്രിസ്തീയ സഭയെ കുറിക്കുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കന്നിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സഭയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. സഭ എന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് ക്രിസ്തുവിൽ ഒന്നു ചേർന്നുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ കൂട്ടായ്മയിൽ എല്ലാ വിശ്വാസികൾക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിൽ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുവാൻ കഴിയും. പൗരോഹിത്യം എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടിരുന്ന പൗരോഹിത്യമാണ് ഇന്ന് സകല വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച പദവിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും കടംപെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സകല ദുഷ്ടതയെയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യ വർഗമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, യേശുക്രിസ്തു മുഖാന്തരമാണ് പൗരോഹിത്യം എന്ന ശ്രേഷ്ഠ പദവി സകല വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരമാണ് പൗരോഹിത്യം എന്ന ശ്രേഷ്ഠ പദവി സകല വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. 1 യോഹന്നാൻ 17 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ് അവിടെ നാം ദർശിക്കുന്നത്. യഹൂദ നിയമപ്രകാരം മഹാപുരോഹിതൻ്റെ ദൗത്യം വർഷത്തിലൊരിക്കൽ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് സർവ്വജനത്തിനും വേണ്ടി പാപപരിഹാരയാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. യേശു സകല മാനവരാശിക്കും വേണ്ടി ഒരിക്കലായി കാൽവരി ക്രൂശിൽ പാപപരിഹാരയാഗമായി തീർന്നതിലൂടെ മഹാപുരോഹിത മധ്യസ്ഥത ദൗത്യമാണ് നിർവഹിച്ചത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ യേശു ഉണ്ടായിരുന്നുവെന്നും പിതാവിൽ നിന്നും വ്യത്യസ്തമായ ഒരാളത്വം യേശുവിനുണ്ടെന്നും ഈ ഭാഗത്ത് വ്യക്തമാകുന്നു. യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി യേശു പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നു. ഈ മധ്യസ്ഥതയിലൂടെ നമുക്ക് യേശുവുമായും പിതാവുമായും ഉറ്റബന്ധം സാധ്യമാകുന്നു. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് എന്ന വാക്യത്തിലൂടെ മനുഷ്യാശിക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠ പദവിയാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗം എന്ന് നമ്മെ വിളിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത മൂലമാണ് ഈ പദവിക്ക് നാം യോഗ്യരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും നിലനിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ്. സകല വിശ്വാസികളുടെയും പൗരോഹിത്യം എന്നത് വേദപുസ്തകത്തിലെ അതിശ്രേഷ്ഠമായ ഒരാശയമാണ്. പൗരോഹിത്യ മധ്യസ്ഥതയില്ലാതെ ഏതൊരു വ്യക്തിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും മോചനം പ്രാപിക്കുവാനും ഇതുമൂലം സാധ്യമാകുന്നു. യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ ശ്രേഷ്ഠ പദവി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും നിലനിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ്. സഹവിശ്വാസികൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ടും മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. നമ്മുടെ കുറവുകളെ തിരിച്ചറിയുകയും തിരുത്തുകയും ശുദ്ധീകരണത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വേണം. ദൈവിക ദൗത്യം നിർവഹിക്കുവാൻ വിശുദ്ധിയുള്ളവരായി നിലനിൽക്കണം. ഇപ്രകാരം ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമെന്ന പദവിക്ക് യോഗ്യമായ ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.